അപ്പൊ നമ്മുടെ അക്കൗണ്ടൻസിയിലെ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ടായ 4 ഫീച്ചേഴ്സ് ഓഫ് ഷെയർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഏറ്റവും കുറച്ച് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ കുറച്ചധികം തന്നെ പാടുപെടുന്ന ഒരു ഏരിയ തന്നെയാണ് 4 ഫീച്ചേഴ്സ് ഓഫ് ഷെയർ, അതുപോലെ തന്നെ റേഷ്യോ ഓഫ് ഷെയർസ്. അപ്പം എന്നാൽ എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നതും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 4 ഫീച്ചേഴ്സ് ആൻഡ് റേഷ്യോ ഓഫ് ഷെയർസ്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എൻട്രീസും അതുപോലെ തന്നെ അതിന്റെ എമൗണ്ട്സ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കണം, എന്താണ് 4 ഫീച്ചർ ഓഫ് ഷെയർ എന്ന കാര്യം മനസ്സിലാക്കണം. അപ്പൊ എന്താണ് 4 ഫീച്ചർ? ആ ടേം 4 ഫീച്ചർ എന്ന് പറയുന്ന ആ ഒരു ടേം വെറുതെ നമ്മൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ ആ വേർഡിന്റെ അർത്ഥം എന്താ എന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക: ദ ലോസ് ഓർ ഗിവിംഗ് അപ്പ് ഓഫ് സംതിങ് ആസ് എ പെനാലിറ്റി ഫോർ റോങ് ഡൂയിങ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ വണ്ടിയിൽ ഹെൽമെറ്റ് ഇടാതെ പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ട്രാഫിക് പോലീസ് പിടിക്കും, നമ്മളെ കൊണ്ട് പെനാൽറ്റി അടപ്പിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഒരു സാധനം അവിടെ ഗിവ് അപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താണ്, വെറുതെ നമ്മൾ ഒരു അബദ്ധം കാണിച്ചത് കൊണ്ട് നമ്മൾ ഇത്ര രൂപ നമ്മൾ പിഴ അടയ്ക്കേണ്ടി വന്നു, ഒരു പെനാലിറ്റി നമ്മൾ കൊടുക്കേണ്ടി വന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ഫീച്ചർ ചെയ്യുന്നു. അഥവാ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമ്മൾ ഒരു ലോൺ എടുത്തപ്പോഴത്തേക്ക് നമ്മളത് കറക്റ്റായിട്ട് അടച്ചില്ല. കറക്റ്റായിട്ട് അടയ്ക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്തു? അടച്ചില്ല. അടയ്ക്കാതെ കുറേ തവണ നമ്മൾ കുറേ നാളത്തേക്ക് നമ്മളിങ്ങനെ അടയ്ക്കാതെ വരുമ്പോഴത്തേക്ക് ബാങ്കുകാർ എന്ത് ചെയ്യും? നമ്മുടെ വസ്തുക്കൾ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അതായത് നമ്മൾ അവിടെ നമ്മുടെ വസ്തു എന്ത് ചെയ്യുന്നു? ഗിവ് അപ്പ് ചെയ്യുന്നു. അതായത് 4 ഫീച്ചർ ചെയ്യുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്താണ് ആ വേർഡിന്റെ മീനിങ് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് 4 ഫീച്ചർ ഓഫ് ഷെയർസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിളിലൂടെ ആസ് യൂഷ്വൽ നമുക്ക് എക്സാമ്പിളിലൂടെ തന്നെ ഈ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. എക്സാമ്പിൾ ഇവിടെ ഒരു ആളുണ്ട്, രാമു അല്ലെങ്കിൽ രാജു എന്ന് നമുക്ക് പറയാം. ഓക്കെ, രാജു എന്ന് പറയുന്ന ആള് ഒരു കമ്പനിയിൽ നിന്ന് 1000 ഷെയർസ് മേടിച്ചു. എത്ര രൂപയ്ക്കാന്ന് ചോദിച്ചാൽ 10 രൂപ വെച്ചാണ്. ഈ ഷെയർ 10 രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. എത്രയാണ്? 1000 ഷെയർസ് ആണ് മേടിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? അത് ആപ്ലിക്കേഷൻ സമയത്ത് 4 രൂപ, അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ, ആൻഡ് എന്താണ് ഫസ്റ്റ് കോൾ സമയത്ത് 2 രൂപ, ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ സമയത്ത് 1 രൂപ. ഇങ്ങനെ വെച്ചാണ് കമ്പനി എന്ത് മേടിച്ചത്? ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് വെച്ചാണ് കമ്പനി അത് മേടിച്ചത്. ഓക്കെ, ഇതിനകത്ത് രാജു എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ സമയത്ത് 4 രൂപ അടച്ചു, ആൻഡ് എന്താണ് അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ അടച്ചു. പക്ഷേ ഫസ്റ്റ് കോൾ സമയത്ത് 2 രൂപ ചോദിച്ചു, അത് തന്നില്ല. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. എന്തെങ്കിലും കാരണം കൊണ്ട് രാജു എന്ത് ചെയ്തില്ല? അടച്ചില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള് വിളിക്കേണ്ട സമയം വന്നു, എല്ലാവരും അടച്ചു, പക്ഷെ രാജു എന്ത് ചെയ്തില്ല? ആ 1 രൂപയും കൊടുത്തില്ല. ഇവിടെ ടോട്ടൽ 3 രൂപ രാജുവിന് പേയ്മെന്റ് കൊടുക്കാനുണ്ടായിരുന്നു, പക്ഷെ രാജു എന്ത് ചെയ്തില്ല? പേയ്മെന്റ് ചെയ്തില്ല. അപ്പം കമ്പനി വളരെ മാന്യമായിട്ട് തന്നെ രാജുവിന്റെ അടുത്ത് സമീപിച്ച് ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് കോളും അതുപോലെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ മണി നിങ്ങൾ തന്നിട്ടില്ല, അപ്പൊ നിങ്ങൾ ദയവേത് ആ പേയ്മെന്റ് ചെയ്യുക എന്നൊക്കെ വളരെ മാന്യമായിട്ട് പറഞ്ഞു. രാജു കേട്ടില്ല. എന്നിട്ട് ഒരു 14 ഡേയ്സിന്റെ ഒരു നോട്ടീസ് പീരിയഡ് ഒക്കെ കൊടുത്തു. 14 ദിവസം മാത്രമേ നിങ്ങൾക്ക് സമയം ഞങ്ങൾ തരുന്നുള്ളൂ, അതിനു മുന്നേ ദയവേത് ആ പേയ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോലും രാജു എന്ത് ചെയ്തില്ല? ആ പേയ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പം കമ്പനി വിചാരിച്ചു എന്നാൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും പറഞ്ഞ് കമ്പനി രാജുവിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, രാജുവിന്റെ ഷെയർ ഹോൾഡർ അതായത് ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവണ്ട, നിങ്ങളുടെ ഷെയർസ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു. ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ക്യാൻസൽ ഔട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇനി എന്തായാലും നിങ്ങൾ ഈ ഒരു 3 രൂപ, അതായത് ഈ ഒരു 3 രൂപ നിങ്ങൾ പേ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷെയർസ് ഞങ്ങൾ ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണ്. ഇനി ഓൾറെഡി നിങ്ങൾ പേ ചെയ്ത ഈ ഒരു 4+3 7 രൂപ ഉണ്ടല്ലോ, ഇതും ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല, തിരിച്ച് റീഫണ്ട് ചെയ്യാൻ പോകുന്നില്ല, ഇത് ഞങ്ങൾ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു. അതായത് 1000 ഷെയർസ് ഇൻറ്റു 4+3 7 അല്ലേ?
7 rupees, അതായത് 7000 രൂപ ഓൾറെഡി രാജു അടച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇനി റീഫണ്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് ആര് പറഞ്ഞു? കമ്പനി പറഞ്ഞു. അത് ഞങ്ങൾ ഇങ്ങനെ എടുക്കുക എന്നും പറഞ്ഞ് രാജു എന്ത് ചെയ്യേണ്ടി വന്നു? ഫോർഫീറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് രാജു ഒരു റോങ് ഡൂയിങ് ചെയ്തല്ലേ? എന്ത് ചെയ്ത്? ഈ ഫസ്റ്റ് കോളും സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളും മണി എന്ത് ചെയ്തില്ല? പേയ്മെന്റ് ചെയ്തില്ല. ആ റോങ് ഡൂയിങ്ങിന് വേണ്ടിയിട്ട് രാജു എന്ത് ഗിവ് അപ്പ് ചെയ്യേണ്ടി വന്നു? ഈ പറയുന്ന 7000 റുപ്പീസ് ഗിവ് അപ്പ് ചെയ്യേണ്ടി വന്നു. അതായത് ഫോർഫീറ്റ് ചെയ്യേണ്ടി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ബേസിക്കലി ഇതാണ് ഫോർഫീച്ചറിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പനി ഇനി എന്ത് ചെയ്യും? ഈ ഫോർഫീച്ചർ വെച്ച് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, വേറെ ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു രാമു എന്ന് പറയുന്ന ഒരാൾ, ഓക്കെ, രാമു എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ഒരു ഷെയർ എന്ത് ചെയ്ത് കൊടുക്കും? ആരോ മാർക്കാണേ, 1000 ഷെയർസ് എന്ത് ചെയ്ത് കൊടുക്കും? റീ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. എന്ത് ചെയ്ത് കൊടുക്കും? റീ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മൾ നെക്സ്റ്റ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് റീ ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരിക്കും. അപ്പൊ ഈ ഫോർഫീച്ചർ ഓഫ് ഷെയർസും റീ ഇഷ്യൂ ഓഫ് ഷെയർസും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഫോർഫീച്ചർ, ഓക്കെ, ഫോർഫീച്ചർ നമുക്ക് 2 തരം എടുക്കാം. 2 തരം എന്ന് പറഞ്ഞാൽ അറ്റ് പാർ, ഷെയർ ഇഷ്യൂ അറ്റ് പാറും ആവാം, അതുപോലെ തന്നെ ഷെയർസ് ഇഷ്യൂ അറ്റ് പ്രീമിയമും ആവാം. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഷെയർസ് ഇഷ്യൂ അറ്റ് പ്രീമിയം, ഇങ്ങനെ 2 രീതിയിലാവാം. ഇനി അറ്റ് പാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം 1000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്, അറ്റ് 10 റുപ്പീസ് ആണ്. അതിനകത്ത് ആപ്ലിക്കേഷൻ സമയത്ത് 4 രൂപ, അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ, ഫസ്റ്റ് കോൾ സമയത്ത് 2 രൂപ, ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ സമയത്ത് 1 രൂപ. അങ്ങനെ വെച്ചാണ് നമ്മൾ സാധാരണ ആ ഒരു കമ്പനി മേടിക്കുക എന്ന് വെച്ചു. അതിനകത്ത് ആപ്ലിക്കേഷൻ സമയത്ത് പേയ്മെന്റ് ചെയ്തു, 4 രൂപ പേയ്മെന്റ് ചെയ്തു, അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ പേയ്മെന്റ് ചെയ്തു, പക്ഷേ സെക്കൻഡ് കോൾ സമയത്ത് ചെയ്തില്ല, ആൻഡ് ഫസ്റ്റ് കോൾ സമയത്ത് ചെയ്തില്ല, ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ സമയത്തും ചെയ്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പം മണി റിസീവ് ചെയ്യുവാണ്, ഒരു കമ്പനി എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യാറ്? ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന? ആ മണി ക്യാൻസൽ ഔട്ട് ചെയ്യുവാണ്. വി ആർ ക്യാൻസലിങ് ഇറ്റ്. ക്യാൻസൽ ഔട്ട് ചെയ്യുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങോട്ടേക്ക് മാറും? ഡെബിറ്റിലോട്ട് മാറും. ഡെബിറ്റ് ചെയ്യും. അത് തന്നെയാണ് ഫോർഫീച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ഔട്ട് ചെയ്യുവാണ് അല്ലേ? അവർ പേയ്മെന്റ് ചെയ്തില്ല, അപ്പൊ നമ്മളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ഔട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ ക്യാൻസൽ ഔട്ട് ചെയ്യും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ നേരെ ഡെബിറ്റിലോട്ട് മാറ്റും, റിവേഴ്സ് ചെയ്യും. എങ്ങനെ ചെയ്യും? അതിന്റെ എൻട്രി ആണ് ഷെയർ, നോക്കിക്കോണേ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ്. ഓക്കെ, ഡെബിറ്റ് ചെയ്ത്. ഇനി ബാക്കിയെല്ലാം, അതായത് എന്തൊക്കെയാണ് ഇവർ പേയ്മെന്റ് ചെയ്യാതെ ഉള്ളത്? ഇതാണ്ടേ, ഫസ്റ്റ് കോൾ നമ്മൾ പേ ചെയ്തിട്ടില്ല, അവർ പേ ചെയ്തിട്ടില്ല. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളും അവർ എന്ത് ചെയ്തിട്ടില്ല? പേയ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അത് രണ്ടും എടുത്ത് എഴുതും. 2 ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, 2 ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഇത് രണ്ടും അല്ലേ അവർ പേ ചെയ്യാതെ ഉള്ളത്. ഇനി അവരെന്തൊക്കെയാ പേ ചെയ്തിട്ടുള്ളത്? അലോട്ട്മെന്റ് മണിയും ആപ്ലിക്കേഷൻ മണിയും അവരെന്ത് ചെയ്തു? പേയ്മെന്റ് ചെയ്തു. അത് നമ്മൾ എങ്ങനെ എഴുതും എന്ന് ചോദിച്ചാൽ 2 ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അതായത് അതാണ് അവർ പേ ചെയ്തതാണ് അവർ ഗിവ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഗിവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഫോർഫീറ്റഡ്. അപ്പം ഗിവ് അപ്പ് ചെയ്യുന്ന മണിയാണ്, അവർ ഓൾറെഡി പേ ചെയ്ത മണി അല്ലേ അവർ ഗിവ് അപ്പ് ചെയ്യുന്ന. ഇതാണ് ഫോർഫീറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർഫീറ്റഡ്
എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതാണ് ഇങ്ങോട്ട് പോവുക. ഫോർ ഫീച്ചർ അക്കൗണ്ട്, ഫോർ ഫീച്ചർ അക്കൗണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും? എമൗണ്ട് എന്ന് പറയുന്നത് ദാണ്ട ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ദാണ്ട ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട്. ഇവിടെ ഗിവ് അപ്പ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 1000 ഷെയർസ് ആണ്. ഇൻറ്റു 4 + 3 7 അല്ലേ? 7000 റുപ്പീസ് ആണ് ഫോർ ഫീച്ചർ അക്കൗണ്ടിലോട്ട് പോവുക. ഓക്കെ, അത് മനസ്സിലായി. ഇനി അവർ പേയ്മെന്റ് ചെയ്യാത്തത് ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ആണ്. അതായത് 1000 ഇൻറ്റു 1000 ഇൻറ്റു 2ഉം 1000 ഇൻറ്റു 1ഉം. അതായത് 2000 ഫസ്റ്റ് കോളിന് ആൻഡ് 1000 റുപ്പീസ് സെക്കൻഡ് കോളിന്. മനസ്സിലായോ? അപ്പൊ ഇനി ടോട്ടൽ എത്രയാണ്? 2000 + 1000 + 7000 ടോട്ടൽ 10,000 ആണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരിക. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതാണ് ഫോർ ഫീച്ചർ അക്കൗണ്ടിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു നോട്ടായിട്ട് ഒരു കാര്യം പറയാം. എന്താണ് നോട്ടായിട്ട് ഒരു കാര്യം പറയാം? ഒരു പക്ഷേ ഏത് കോൾ മണിയാണ് ചിലപ്പോൾ ക്വസ്റ്റനിൽ അവര് എന്താണ് 7 രൂപ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി 3 രൂപ പേയ്മെന്റ് ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് കോൾ ആണോ സെക്കൻഡ് കോൾ ആണോ അലോട്ട്മെന്റ് മണിയാണോ എന്ന കാര്യം അവിടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കൂട്ടും? നമ്മൾ വി വിൽ യൂസ് ഇറ്റ് ആസ് കോൾസ് ഇൻ അരിയർ ആയിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, കോൾസ് ഇൻ അരിയർ ആയിട്ടായിരിക്കും അതിനെ കൂട്ടുക. എന്താണ്? if the name of call is not given എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കോൾസ് ഇൻ അരിയർ എന്ന വേർഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഓക്കെ അല്ലേ? നമ്മളിപ്പം പാറിന്റെ കേസാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഇതാണ്ട് ഈ ഒരു കേസ് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇനി നമുക്ക് ഇതാണ്ട് അറ്റ് പാറിന്റെ കേസും കൂടി അറ്റ് പ്രീമിയത്തിന്റെ കേസും കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് അറ്റ് പ്രീമിയം എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് when premium is received എന്ന് പറയുമ്പോൾ ഒരു കേസ്, അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് when premium is not received എന്ന് പറയുന്ന രണ്ടാമത്തെ കേസ്. അതായത് ആ പ്രീമിയം ആ ഫോർഫിറ്റ് ആരാണോ ചെയ്തതെന്ന് വെച്ചാൽ അയാൾ ആക്ച്വലി പ്രീമിയം അടച്ചിട്ടുണ്ടായിരുന്നു, പ്രീമിയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കേസ്. പ്രീമിയവും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ കേസ്. ആദ്യം നമുക്ക് ആദ്യത്തെ കേസ്, അതായത് പ്രീമിയം കൊടുത്തിട്ടുണ്ട്. പ്രീമിയം എക്സാമ്പിൾ എങ്ങനെയായിരിക്കും? 1000 ആസ് യൂഷ്വൽ തന്നെ 1000 ഷെയർസ് ആണ്. അതില് 10 രൂപ ഫേസ് വാല്യൂ പ്ലസ് 2 റുപ്പീസ് ആണ് ഇവിടെ പ്രീമിയം. അപ്പൊ എങ്ങനെയാ കമ്പനി മേടിച്ചത് എന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ സമയത്ത് 4 രൂപ പ്ലസ് ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ 2 രൂപ പ്രീമിയം അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എന്താണ്? അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ, ഫസ്റ്റ് കോൾ സമയത്ത് 2 രൂപ ആൻഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ സമയത്ത് 1 രൂപ. ഇങ്ങനെയാണ് മേടിച്ചത്. അപ്പം ഇതിനകത്ത് രാജു എന്ന് പറയുന്ന ആള് ആപ്ലിക്കേഷൻ സമയത്ത് 4 രൂപ പ്ലസ് 2 രൂപ പ്രീമിയവും കൊടുത്തു. പക്ഷേ അലോട്ട്മെന്റ് പേ ചെയ്തിട്ടില്ല ആൻഡ് ഫസ്റ്റ് കോൾ പേ ചെയ്തിട്ടില്ല, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളും അദ്ദേഹം പേ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ എൻട്രി എഴുതുക? എൻട്രി എഴുതുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഞാൻ എഴുതുവാണ്. എങ്ങനെയാ? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും അല്ലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു. ഇവിടെ പേ ചെയ്യാത്തത് അലോട്ട്മെന്റ് പേ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ എഴുതും? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു. ഫസ്റ്റ് കോൾ പേ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ആൻഡ് ടു. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ പേ ചെയ്തിട്ടുണ്ടോ? അതും ഇല്ല. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്.
ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും എഴുതുന്നത്? അതായത് ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാ 1000 ഇൻറ്റു 10 എന്നും പറഞ്ഞല്ലേ സാധാരണ എഴുതുന്നത്. എന്താണ്ടേ ഇവിടെയൊക്കെ നോക്കിക്കേ, 1000 ഇൻറ്റു 10 അല്ലേ നമുക്ക് 10,000 എന്നും പറഞ്ഞ് കിട്ടിയത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇവിടെ പ്രീമിയം പേ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രീമിയം പേ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രീമിയം കൊടുത്ത കാര്യം ഇങ്ങ് വിടുക. അതായത് 1000 ഇൻറ്റു 10 അങ്ങ് എടുത്താൽ മതി. ഓക്കെ, അപ്പം 10,000 ആകും. ബാക്കി സെയിം തന്നെ. അലോട്ട്മെന്റ് സമയത്ത് പേ ചെയ്തോ? അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ പേ ചെയ്യാനുണ്ടായിരുന്നു, ഇല്ല. അപ്പൊ 1000 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3000. ഫസ്റ്റ് കോൾ പേ ചെയ്തോ? ഇല്ല. 2000. സെക്കൻഡ് കോൾ പേ ചെയ്തോ? ഇല്ല. 1000. ഇനി എന്തുണ്ട്? ടു ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട്. എത്ര മാത്രമേ പേ ചെയ്തിട്ടുള്ളൂ? ഈ 4000 മാത്രം എടുത്താൽ മതി. ബാക്കി ഇനി എത്ര? 3, 5, 6, 6000 മൈനസ് 10,000, സോറി 10,000 മൈനസ് 6,000 എന്ന് പറയുന്നത് ബാക്കി 4000. എന്തായി 4000 മാത്രമേ കമ്പനിക്ക് പേ ചെയ്തിട്ടുള്ളൂ, ഇപ്പൊ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന കാര്യമാണ് ഷെയർ ഫോർ ഫീറ്റഡ് അക്കൗണ്ടിൽ കാണിക്കുക. മനസ്സിലായോ? ഇതാണ് വെൻ പ്രീമിയം ഇസ് റിസീവ്ഡ് എന്ന് പറയുമ്പം ഉള്ള കണക്ക്. ഇനി നമുക്ക് ദാണ്ട ഇങ്ങോട്ടേക്ക് വെൻ പ്രീമിയം ഇസ് നോട്ട് റിസീവ്ഡ് കാണിക്കാം. വെൻ പ്രീമിയം ഈസ് നോട്ട് റിസീവ്ഡ് ആവുമ്പം എങ്ങനെയായിരിക്കും? 1000 ഷെയർസ് ഉണ്ട്, അതിനകത്ത് 10+2 പ്രീമിയം വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ സമയത്ത്. ഇവിടെ നമുക്ക് ഒരു ചെറിയ മാറ്റം വരുത്താം. ആപ്ലിക്കേഷൻ സമയത്ത് 4 രൂപ വെച്ച് മേടിച്ചു, പക്ഷേ അലോട്ട്മെന്റ് സമയത്താണ് പ്രീമിയം 2 രൂപ എന്ന് പറയുന്ന സാധനം മേടിച്ചത്. ബാക്കി ഫസ്റ്റ് കോൾ സമയത്ത് 2 രൂപ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ സമയത്ത് 1 രൂപ. ഓക്കെ ആണോ? ഇതിൽ ആപ്ലിക്കേഷൻ മണി പേ ചെയ്തു, പക്ഷെ അലോട്ട്മെന്റ്, അതായത് പ്രീമിയം അലോട്ട്മെന്റ് സമയത്താണ് ചോദിച്ചത്, അദ്ദേഹം എന്ത് ചെയ്തില്ല? പേ ചെയ്തില്ല. അതായത് പ്രീമിയം ഇസ് നോട്ട് റിസീവ്ഡ് എന്നാണ്. എന്നിട്ട് ഫസ്റ്റ് കോൾ സമയത്ത് ചെയ്തിട്ടില്ല, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ സമയത്തും പേ ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു എൻട്രി വരിക എന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ പ്രീമിയം എനിക്ക് കിട്ടുന്ന പ്രീമിയം റിസീവ് ചെയ്തിട്ടില്ല. അതാണ്ട് ഇവിടെ നമ്മൾ പ്രീമിയം കൊടുത്തു എന്നും പറഞ്ഞ് കാണിച്ചായിരുന്നു? ഇല്ല. പ്രീമിയം റിസീവ് ചെയ്തു, അത് പക്ഷെ നമ്മൾ ഇവിടെ കാണിച്ചായിരുന്നോ? 10 രൂപ ഫേസ് വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അതല്ലേ എടുത്തോളൂ. പക്ഷെ ഇവിടെ വരുമ്പം അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല. ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ എൻട്രി വരിക എന്ന് ചോദിച്ചാല് നമുക്ക് നോക്കാം. ആദ്യം ആസ് യൂഷ്വൽ എങ്ങനെ തന്നെയായിരിക്കും, നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യും അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റാർ. ഇനി ഇവിടെ പ്രീമിയം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ മെൻഷൻ പോലും ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ കാണിച്ചോ? ഇല്ല. പ്രീമിയത്തിന്റെ കാര്യം നമ്മൾ ഇവിടെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെന്നോ കിട്ടിയിട്ടില്ലെന്നോ ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം എന്താ? വി ഹാവ് റിസീവ്ഡ് ഇറ്റ്. ഓക്കെ, പക്ഷെ ഇവിടെ വി ഹാവ് നോട്ട് റിസീവ്ഡ്. അതുകൊണ്ട് തന്നെ അത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ബോധിപ്പിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഒരു അക്കൗണ്ട് പ്രീമിയം വരുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടാ ഓപ്പൺ ചെയ്യുക? നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് തന്നെ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യും. അതായത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി, അതായത് പ്രീമിയവും അദ്ദേഹം പേ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. ബാക്കി എല്ലാം അതുപോലെ തന്നെ. 2 ഷെയർ allotment account, 2 share first call account, 2 share second and final call account, and 2 last എന്താണ്? share forfeiture account. ഓക്കെ അല്ലേ?
ബാക്കിയെല്ലാം സെയിം ആണടാ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയായിരുന്നു 1000 into 2 അല്ലേ, സോറി 1000 into 10 ആയിരുന്നു അല്ലേ, 1000 into 10 10,000. പ്രീമിയം എത്രയായിരുന്നു, 1000 into 2 ആയിരുന്നു നമ്മുടെ പ്രീമിയം എന്ന് പറയുന്നത്, അതായത് 2000. ഓക്കെ, അത് ഓക്കെ. പ്രീമിയം 2000 അല്ലേ, അപ്പൊ 1000 into 2 എന്ന് പറയും. നെക്സ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് എത്ര, അലോട്ട്മെന്റ് സമയത്ത് 3 രൂപ വെച്ചായിരുന്നു, അതായത് 1000 into 3 എന്ന് പറയുന്നത് 3000. ഇനി ഫസ്റ്റ് കോൾ സമയത്ത് 2000, സെക്കൻഡ് കോൾ സമയത്ത് 1000, ആൻഡ് ബാക്കി ഇനി എത്ര ആണുള്ളത്, ബാക്കി 4000 rupees ആണ്. അതായത് താണ്ടെ ഈ ഒരു എമൗണ്ട് മാത്രമേ അദ്ദേഹം പേ ചെയ്തിട്ടുള്ളൂ, അതായത് 1000 into 4 ആണ് ഈ പറയുന്ന 4000 എന്ന് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ 4 ഫീച്ചർ ഓഫ് ഷെയർസിന്റെ എൻട്രി വരിക. ഇത്രയേ ഉള്ളൂ നമ്മുടെ എൻട്രി. അപ്പം ബേസിക്കലി എന്താ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, 4 ഫീച്ചർ അറ്റ് പാറിലും വരും, അറ്റ് പ്രീമിയമും വരും. അറ്റ് പാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഫോർഫീറ്റ് ചെയ്യുവാണ്, അവരെ ക്യാൻസൽ ഔട്ട് ചെയ്യുവാണ്. അപ്പൊ ക്യാൻസൽ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം, അങ്ങനെയല്ലേ? മണി ഇങ്ങോട്ട് വരുമ്പം ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലേ? അപ്പൊ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് അത് നേരെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യുന്നത് ഇങ്ങനെ, നമ്മൾ എൻട്രി ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെ, അതിനെ പിടിച്ച് റിവേഴ്സ് ചെയ്യും അല്ലേ? അപ്പൊ ഷെയർ ക്യാപിറ്റൽ നമ്മൾ റിവേഴ്സ് ചെയ്ത് ഡെബിറ്റ് ചെയ്തു. പിന്നെ ബാക്കി എന്താണ്, നമ്മൾ അതായത് നമുക്ക് കിട്ടാത്ത എമൗണ്ട് ഏതൊക്കെയാണോ, ഇപ്പം ഇതിനകത്ത് ഫസ്റ്റ് കോൾ അക്കൗണ്ട് സെക്കൻഡ് കോൾ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി ഒരു പക്ഷെ അലോട്ട്മെന്റും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അലോട്ട്മെന്റ് അക്കൗണ്ടും കൂടി ആഡ് ചെയ്യും. ഓക്കെ, അതൊക്കെ ആഡ് ചെയ്ത് പിന്നെ 4 ഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ എന്ത് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ, നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണോ അത് മാത്രമേ നമ്മൾ 4 ഫീച്ചർ അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. ഇനി ഒരു പക്ഷേ ഏത് എമൗണ്ട് ആണ്, ഏത് കോൾ മണിയാണ് നമുക്ക് കിട്ടാത്തത് എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും, കോൾസ് ഇൻ അരിയർ എന്നും പറഞ്ഞ് എഴുതും. ഇനി പ്രീമിയത്തിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ, പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത്, ആ റിസീവ് ചെയ്തു എന്നും പറഞ്ഞ് അത് അവിടെ മെൻഷൻ ചെയ്യത്തില്ല, കാരണം നമുക്ക് റിസീവ് ചെയ്ത് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉറപ്പായിട്ടും അത് മെൻഷൻ ചെയ്യണം. എങ്ങനെ തന്നെയായിരിക്കും മെൻഷൻ ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്ന് കാണിച്ച് തന്നെയായിരിക്കും നമ്മളത് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? സിമ്പിൾ അല്ലേ 4 ഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്? ഇത്രയുള്ള ആ കോൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.